എന്റെ മനസ്സാണിത്. അമ്മേന്ന് വെച്ച് ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. നമ്മുടെ ഗ്രൂപ്പിൽ ഒരുത്തൻ ചിലപ്പോൾ ചിരിക്കുമ്പോൾ ഈ പല്ലിൻ്റെ ഇവിടെ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താ കൊന്തറമ്പല്ലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കോമഡി, അവൻ്റെ ലൈഫിൽ നിന്ന് ചിരി നഷ്ടപ്പെടും. അവൻ്റെ ലൈഫിൽ നിന്ന് ചിരി നഷ്ടപ്പെടും. ഇത്രയും പേര് കളിയാക്കുന്നതുകൊണ്ട് എത്രയോ പേര് ചിരി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? അവൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ചിരി. അതവൻ്റെ ലൈഫിൽ നിന്ന് പോയി പോകും ഈ കളിയാക്കൽ കാരണം. മേ ബി ഇതിൻ്റെയൊക്കെ പല പല രീതിയിലും, തടിയുടെ കാര്യം, കളറിന്റെ കാര്യം, അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. അങ്ങനെ കൗണ്ടർ പറഞ്ഞ് നമ്മളും ഈ 5 പേര് ചിരിക്കും. ഇയാളുടെ ഫീലിങ്സ് നമ്മളും ഇതാക്കില്ല. 100% ഞാൻ യോജിക്കുന്നു. എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ? അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത്. അതെ, കൊക്കിലൊതുങ്ങുന്ന കൊത്താന്ന് പറയുന്നല്ലോ. ഇത് വലിയ കൊക്ക. അങ്ങനെ പറയരുത്. നമ്മൾ ഒതുങ്ങിയാ നമുക്ക് കൊള്ളാം. പനപ്പൂമാനമേ ഒരു രാഗമേഘം ഒതുക്കാനേ സാധിക്കുള്ളൂ. കാരണം പ്രിയങ്ക എന്നുള്ളൊരു രൂപമുണ്ട്. ഇനി ഞാൻ ഒതുക്കാൻ തീരുമാനിച്ചു. 1011 എഴുതി വെച്ച പോലെയാണ് ഇങ്ങനെ ഈ അറ്റത്ത് നോക്കി ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. പുണ്യാളിന്റെ ആനനെ കൊണ്ടുപോയപ്പോഴത്തേക്ക് പ്രിയങ്ക സ്റ്റേജിൽ കയറി ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, അടിച്ച് കറണ്ട് കുറിച്ച് പൊളിച്ചോളൂ. മേ ബി ഇതിന്റെയൊക്കെ പല പല രീതിയിലും, തടിയുടെ കാര്യം, കളറിന്റെ കാര്യം, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. മേ ബി ഇതിന്റെയൊക്കെ പല പല രീതിയിലും, തടിയുടെ കാര്യം, കളറിന്റെ കാര്യം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് വെറുതെ അങ്ങനെ തിന്നിടോ. കഷ്ടായി പോയി. വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. ബുൾഡോസർ കയറിയോല്ലോ കേട്ടോ. അതെ, തവള ലോറിയുടെ അടിപ്പെട്ടവരെ വന്നപ്പോഴേ എനിക്കറിയായിരുന്നു എന്റെ തടിയെ കുറിച്ച് പറഞ്ഞ കളിയാക്കി. എനിക്ക് യാതൊരു വിഷമമില്ല, കാരണം തടി എനിക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ തന്നെ വേണം. അനൂപ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇല്ല, അനൂപിന് എന്റെ ഈ സ്മാർട്ട്നെസ്സും ഈ തടി ഇതൊക്കെ കണ്ടിട്ടാണ് പുള്ളി കല്യാണം കഴിച്ചത്. എനിക്ക് അനൂപ് ബ്ലൈൻഡ് ആണോ? അയ്യോ, നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലടാ മോനെ. നീ ഒരിക്കലും നന്നാവില്ലടാ. റെസ്റ്റ് എടുക്കാതെ ഞാൻ പോകുന്നു. ബൈ ബൈ.